ചതുർധാമങ്ങളിലും സപ്തപുരികളിലും ഉൾപ്പെടുന്ന നഗരം. ഹൈന്ദവ വിശ്വാസപ്രകാരം 7 പുണ്യനഗരങ്ങളിൽ ഒന്ന്. ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാലം ചിലവഴിച്ച ഇടം. സഞ്ചാരികളുടെയും തീർത്ഥാടകരുടെയും സ്വപ്നകേന്ദ്രം ദ്വാരക. കാഴ്ചകൾ തേടി യാത്ര തുടങ്ങാം, പുതിയ ലോകങ്ങൾ നാം കണ്ടറിയാം. ഓരോ വഴിയും ഓരോ കഥയായി സഞ്ചാര വഴികൾ. ഇന്ത്യയിലെ ഗുജറാത്ത് സംസ്ഥാനത്ത് അറബിക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും അതിപ്രധാനവുമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ദ്വാരക. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഐതിഹാസികമായ രാജ്യ തലസ്ഥാനമായാണ് ദ്വാരക അറിയപ്പെടുന്നത്. ഹിന്ദുക്കളുടെ പ്രധാനപ്പെട്ട 4 ധാമകളിൽ ഒന്നാണിത്. മഹാഭാരതത്തിലും പുരാണങ്ങളിലും ദ്വാരയെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഈ നഗരം കടലിൽ മുങ്ങിപ്പോയി എന്നാണ് വിശ്വാസം. കടലിനടിയിൽ നടത്തിയ പുരാവസ്തു ഗവേഷണങ്ങളിൽ പുരാതനമായ കെട്ടിടാവശിഷ്ടങ്ങളും മറ്റ് തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ദ്വാരകയുടെ ചരിത്രപരമായ പ്രാധാന്യം വിളിച്ചോതുന്നു. ദ്വാരകാധീശ് ക്ഷേത്രമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ആയിരക്കണക്കിന് വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം നിരവധി തവണ പുനർനിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഗോമതി നദിയും കടലുമായി ചേരുന്ന ഗോമതി ഘട്ട്, രുക്മിണി ദേവി ക്ഷേത്രം, ശ്രീകൃഷ്ണൻ വസിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ബെറ്റ് ദ്വാരക തുടങ്ങിയ സ്ഥലങ്ങളും ഇവിടെ സന്ദർശിക്കാവുന്നതാണ്. ദ്വാരക വെറുമൊരു സ്ഥലമല്ല, അത് ചരിത്രവും സംസ്കാരവും വിശ്വാസവും ഒത്തുചേരുന്ന ഒരു പുണ്യഭൂമിയാണ്.